നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. മേയറാകാൻ DCC പ്രസിഡന്റ് പണം ചോദിച്ചെന്നുള്ള ലാലി ജോസഫിന്റെ പ്രതികരണം തമാശയായി കാണുന്നെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പരസ്യ പ്രതികരണം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സണ്ണി ജോസഫ്. തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സണായി V. സതി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 84ാമത് വാർഷിക സമ്മേളനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തൃശൂർ മേയറാകാൻ DCC പ്രസിഡന്റ് പണം ചോദിച്ചെന്നുള്ള ലാലി ജോസഫിന്റെ പ്രതികരണം തമാശയായി കാണുന്നെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോപണം അടിസ്ഥാനരഹിതമാണ്. ലാലി ജോസഫ് പിന്തുണച്ചവരെ നിരാശരാക്കുന്ന പ്രതികരണമാണ് നടന്നതെന്നും അച്ചടക്ക നടപടിയെക്കുറിച്ച് DCC പ്രസിഡന്റിനോട് ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യ പ്രതികരണത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടുതൽ വോട്ടുകൾ, കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് UDFന്റെ പ്രതിനിധികൾ ജയിച്ചു. എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തിരഞ്ഞെടുത്ത മുഴുവൻ കൗൺസിലർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾക്ക് ഓർക്കുന്നുണ്ട്. അത് UDFന്റെ യോഗം ചേർന്നു. KPCCയുടെ ക്യാമ്പ് ബത്തേരിയിൽ 4-5 തീയതികളിലുണ്ട്. ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വലിയ വിജയം നേടുകയാണ്. പക്ഷേ തൃശ്ശൂർ നഗരസഭയിൽ പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നൊക്കെയാണ് ഒരു ആരോപണം UDF കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. ആണോ? തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചത്. KPCCയോട് ആലോചനയോട് കൂടിയിട്ടല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് തൃശ്ശൂരിൽ? അല്ല, അവിടെ തന്നെ ആലോചിച്ച് തീരുമാനം. തലശ്ശേരി നഗരസഭാ ചെയർമാനായി LDFിലെ കാരായി ചന്ദ്രശേഖരനെയും വൈസ് ചെയർപേഴ്സണായി V. സതിയെയും തെരഞ്ഞെടുത്തു. ചെയർമാൻ മത്സരത്തിൽ 53 കൗൺസിലർമാരിൽ 32 വോട്ടുകൾ കാരായി ചന്ദ്രശേഖരന് ലഭിച്ചു. തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കാരായി ചന്ദ്രശേഖരൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭാ ചെയർമാനായി LDFിലെ കാരായി ചന്ദ്രശേഖരനെയും വൈസ് ചെയർപേഴ്സണായി V. സതിയെയും തെരഞ്ഞെടുത്തു. ചെയർമാൻ മത്സരത്തിൽ 53 കൗൺസിലർമാരിൽ 32 വോട്ടുകൾ കാരായി ചന്ദ്രശേഖരന് ലഭിച്ചു. UDF ചെയർമാൻ സ്ഥാനാർത്ഥി KV റാഷിദയ്ക്ക് 14 വോട്ടാണ് ലഭിച്ചത്. BJPയുടെ E. ആശയ്ക്ക് 4 വോട്ട് ലഭിച്ചു. SDPI പ്രതിനിധി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സീനത്ത് അബ്ദുൽ സലാം UDFന് വോട്ട് ചെയ്തു. SDPI പ്രതിനിധി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. BJPയുടെ ഒരു പ്രതിനിധി ജയിലിലായതിനാൽ ഹാജരായില്ല. വർഷം പൂർത്തീകരിച്ച നഗരസഭയിൽ ഒരുപാട് മഹാരാജന്മാർ തലശ്ശേരിയുടെ പൊതുവികസനം മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ വികസനത്തിന്റെ തുടർച്ച എന്ന നിലക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്വാഭാവികമായും തലശ്ശേരിയുടെ ജനങ്ങളുടെ പൊതുപിന്തുണയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പുരോഗമന ചിന്താഗതിയുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ തലശ്ശേരി നഗരത്തെ സാധ്യമാകുന്നിടത്തോളം പുരോഗതി ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് തലശ്ശേരി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ആത്മാർത്ഥ പിന്തുണ ഉണ്ടാവും. പത്രമാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ 3ാം തൂണ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കേണ്ടതിൽ മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തലശ്ശേരി നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ
എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ടി ഇന്ദിരയെ തെരഞ്ഞെടുത്തു. ഇന്ദിരയ്ക്ക് 36 വോട്ടും എതിർ സ്ഥാനാർത്ഥി CPM-ലെ VK പ്രകാശിനിക്ക് 15 വോട്ടും BJP-യിലെ അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടും ലഭിച്ചു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 84ാമത് വാർഷിക സമ്മേളനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ 28 രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണേഷ്യയിലെ ചരിത്രകാരന്മാരുടെയും ചരിത്ര ഗവേഷകരുടെയും ഏറ്റവും വലിയ പ്രൊഫഷണൽ അക്കാദമിക സംഘടനയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. പരിപാടിയിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലി നദീർ റിസാവി പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിന് വേദിയാവുന്നു. ഇതിനു മുമ്പ് പൊതുവിൽ സർവകലാശാല ആസ്ഥാനങ്ങളും മറ്റുമൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിന് വേദിയായിട്ടുള്ളത്. കേരളത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോളേജ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിന് വേദിയാവുന്നു എന്നുള്ളത് അതും ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ എത്തിച്ചേരുന്ന ഇന്ത്യയിലെ അതിപ്രഗത്ഭരായ, ഇന്ത്യക്ക് പുറത്തുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വേളയിൽ വിദ്യാർത്ഥികളോട്, അക്കാഡമിക് കമ്മ്യൂണിറ്റിയോട്, ഈ നാട്ടിലെ ജനങ്ങളുമായി ഉൾപ്പെടെ സംവദിക്കുന്നതിനും ഒക്കെ അവരുണ്ടാവും. അതെല്ലാം നമുക്ക് വലിയ നേട്ടമാണ്. ഈ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ വിജയം നമ്മളെല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തേണ്ടതാണ്. ദക്ഷിണേന്ത്യയിലെ ചരിത്രകാരന്മാരുടെയും ചരിത്ര ഗവേഷകരുടെയും ഏറ്റവും വലിയ പ്രൊഫഷണൽ അക്കാദമിക സംഘടനയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ ഗുരുക്കൾ അധ്യക്ഷനാകും. കെ സുധാകരൻ MP വിശിഷ്ടാതിഥിയാകും. സമ്മേളന സുവനീർ പ്രകാശനം ഡോക്ടർ V ശിവദാസൻ MP നിർവഹിക്കും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലീം നദീർ റിസാബി പ്രഭാഷണം നടത്തും. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പുരാതന ഇന്ത്യ, ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ, ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ, പുരാവസ്തു പഠനം എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായി ഒരേ സമയം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. കൂടാതെ അനുസ്മരണ പ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. So for example, there is a panel since last 2-3 years which is devoted to the region in which the Indian History Congress is being held, and that is why this time, in collaboration with certain historians of Kerala, we are holding a special panel which is on the past history of Kerala. All the controversies related with that are being dealt with. It is not only the good points but also the lacuna where we lack. They are being taken up, and I am happy to inform that more than 30 scholars. കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള പ്രത്യേക സെഷനും ഉണ്ടായിരിക്കും. SSC മിശ്ര സ്മാരക പ്രഭാഷണം 28-ന് വൈകിട്ട് 6 മണിക്ക് ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ ഹർഫത്ത് ഹസൻ നിർവഹിക്കും. 29-ന് വൈകിട്ട് 6 മണിക്ക് സിംബോസിയത്തിൽ പ്രൊഫസർ രൺബീർ ചക്രവർത്തി, പ്രൊഫസർ SZH ജാഫ്രി, പ്രൊഫസർ അമർ ഫാറൂഖി എന്നിവർ പങ്കെടുക്കും. ചരിത്ര കോൺഗ്രസിനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തക പ്രകാശനവും ചരിത്ര പൈതൃക പ്രദർശനവും സംഘടിപ്പിക്കും. എക്സിബിഷൻ 27-ന് സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്യും. മികച്ച 16 പ്രബന്ധങ്ങൾക്ക് പുരസ്കാരം നൽകും. പുസ്തകോത്സവത്തിൽ പ്രമുഖ ചരിത്രകാരി റോമില താപ്പർ രചിച്ച ദി പ്രസന്റ് കോളോണൈസസ് ദി പാസ്റ്റ്, ദി ഫ്യൂച്ചർ ഫോസേക്കൺ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. 27-ന് വൈകിട്ട് പ്രൊഫസർ രാജൻ ഗുരുക്കൾ പ്രമുഖ എഴുത്തുകാരൻ ടോണി ജോസഫിന് നൽകിയാണ് പ്രകാശനം നടത്തുക. 28-ന് നർത്തകിയും സിനിമാ താരവുമായ മീര നായരും സംഘവും തെയ്യാട്ടം ദി ഡിവൈൻ റീബർത്ത് ഓഫ് ഓംബ്രസ്റ്റ് ലവ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നൃത്ത പരിപാടി അവതരിപ്പിക്കും. 29-ന് കഥകളി, അലാമിക്കളി, പൂരക്കളി, പണയനൃത്തം, ചവിട്ടുനാടകം, ഒപ്പന, മാർഗംകളി, കളരി തുടങ്ങിയ കോർത്തിണക്കിയുള്ള സംഗീത നൃത്ത ഫ്യൂഷൻ അരങ്ങേറും. 30-ന് സമാപന സമ്മേളനം സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ V ശിവദാസൻ MP, പ്രൊഫസർ സയ്യിദ് അലി നദീർ റസാവി, പ്രൊഫസർ വിനോദൻ നാവത്ത്, പ്രിൻസിപ്പൽ പ്രൊഫസർ J വാസന്തി, പ്രൊഫസർ KP പ്രശോഭിത്, ഡോക്ടർ A ബത്സലൻ, ഡോക്ടർ MT നാരായണൻ, GS അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭാ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ നൌഷദ് ടീച്ചർ കൂടത്തിലിനെ തെരഞ്ഞെടുത്തു.
നൗഷദ് ടീച്ചർക്ക് 23 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ലെ PP ഷബ്നത്തിന് 13 വോട്ടും ലഭിച്ചു. പാനൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കൂടത്തിൽ നൗഷദ് ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പാനൂർ നഗരസഭാ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ നൗഷദ് ടീച്ചർ കൂടത്തലിനെ തെരഞ്ഞെടുത്തു. നൗഷദ് ടീച്ചർക്ക് 23 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ലെ PP ഷബ്നത്തിന് 13 വോട്ടും ലഭിച്ചു. BJP-യുടെ സാവിത്രിക്ക് 3 വോട്ടും ലഭിച്ചു. LDF-ലെ കോഡൂർ ബാലൻ അസുഖം കാരണം തെരഞ്ഞെടുപ്പിന് ഹാജരായില്ല. ലീഗ് വിമതനായി മത്സരിച്ച 4-ാം വാർഡിലെ V റഫീഖ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നഗരസഭയിലെ 18-ാം വാർഡ് പെരിങ്ങത്തൂർ ടൗണിൽ നിന്നും നഗരസഭയിലെ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നൗഷദ് ടീച്ചർ കൂടത്തിൽ വിജയിച്ചത്. 2010 മുതൽ 14 വരെ പെരിങ്ങളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച് ഭരണരംഗത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട്. പെരിങ്ങത്തൂരിലെ പരേതനായ കൂടത്തിൽ ഉസ്മാൻ ഹാജിയുടെയും ആസിയുടെയും മകളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ റഷാദ് റഹ്മാനാണ് ഭർത്താവ്. വിദ്യാർത്ഥികളായ ഐൻ ഐഷ എമിൻ, ഹാമി ഹയാം, ഹെമീൽ ഹൈബക് എന്നിവർ മക്കളാണ്. കെമിസ്ട്രിയിൽ MPhil നേടിയ നൗഷദ് കൂടത്തിൽ നിലവിൽ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപികയും വനിതാ ലീഗ് പാനൂർ നഗരസഭാ പ്രസിഡന്റുമാണ്. അഭിപ്രായങ്ങളും പല നിലപാടുകളും പല രാഷ്ട്രീയ കക്ഷികളുമുള്ള കൗൺസിൽ അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ നാടിന്റെ വികസനത്തിന് നമ്മൾ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. രാഷ്ട്രീയ കക്ഷി നിലപാടുകൾ, അഭിപ്രായങ്ങൾ അതിനൊക്കെ അതീതമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ അപാകൃത ജനങ്ങള്, കുട്ടികള്, യുവാക്കൾ, യുവതികൾ, സ്ത്രീകൾ, രോഗികൾ, വൃദ്ധന്മാർ, ഇങ്ങനെയുള്ള അപാകൃത ജനങ്ങൾ നമ്മുടെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് KP മോഹനൻ MLA. പാനൂർ PR ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ശ്രീനിവാസനെ അനുസ്മരിച്ചു. PR ലൈബ്രറി ഹാളിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. KP മോഹനൻ MLA അധ്യക്ഷനായി. ഞാൻ പഠിക്കുമ്പോൾ ഇദ്ദേഹം മട്ടന്നൂർ കോളേജിലായിരുന്നു, NSS കോളേജിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ബസ് ഞങ്ങളവിടെ തടഞ്ഞു വെച്ചപ്പോൾ വിദ്യാർത്ഥികളോട് വളരെ മോശപ്പെട്ട പെരുമാറ്റം നടത്തിയ ബസ് കണ്ടക്ടറോടുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മട്ടന്നൂർ പോകണം, അതുകൊണ്ട് വൈകിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു, ഇവിടുന്ന് മട്ടന്നൂരിൽ എവിടെ വേണമെങ്കിലും പോയി ഞങ്ങളുടെ പ്രശ്നം തീർത്തിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അതിലിടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ചെയ്യുന്നതിനോട് യോജിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സിനിമാ രംഗത്തൊക്കെ തന്നെ വന്നപ്പോഴൊക്കെ തന്നെ പലപ്പോഴായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തന്നെ വിളിക്കാറുമുണ്ട്. മലയാള സിനിമാ ലോകത്തിന് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസനെന്ന് KP മോഹനൻ MLA അനുസ്മരിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചോക്ലി, ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട്, A യതീന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയചന്ദ്രൻ കരിയാട് സ്വാഗതവും K കുമാരൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ ഇടയിൽ നിന്നും ചോർന്നു പോവുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബത്തിൽ നിന്നും കാലം തട്ടിപ്പറിച്ചെടുത്ത മലയാളത്തിൻ്റെ ഏറ്റവും ശക്തനായ അതുല്യ പ്രതിഭ 2025 ഡിസംബർ അവസാനിക്കുമ്പോൾ വല്ലാത്തൊരു വേദന തന്നിട്ടാണ് ഈ 25 കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ അഭിമാനമായ കേരളത്തിൻ്റെ മലയാള ചലച്ചിത്രത്തിൻ്റെ അഭിമാനമായ ഒരിക്കൽ ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു നമ്മുടെ വെള്ളൂർ മുമ്പുണ്ടോ ഞങ്ങളുടെ ഉണ്ടല്ലോ, എനിക്കൊന്ന് കാണുകയില്ല. ഞാനൊരു എത്ര ദിവസം കൂടെ ഉണ്ടാവും, 2-3 ദിവസം കൂടെ ഉണ്ട്. പൂക്കോടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അകത്ത് വെച്ചാൽ ഞാൻ
വന്ദനയിൽ വന്നു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ചന്ദ്രമോഹനെ വിളിച്ചു പറഞ്ഞു. ചന്ദ്രമോഹൻ വെള്ളൂർ പീടികയിലെ ശിഷ്യനായിട്ടൊക്കെ ഇറങ്ങാമെന്നുള്ളതാണ്. വെള്ളൂർ പീടികയുടെ അടിയന്തരക്കൊന്ന് പോയിട്ട് ശ്രീനിവാസനെ കാണാൻ പറയണം. ചിലപ്പോ സിനിമയിൽ ചാൻസോ എന്തോ എനിക്കറിയില്ല, കാണണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നവീകരിച്ച പള്ളൂർ അഗ്രികൾച്ചർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതുച്ചേരി കൃഷിമന്ത്രി തേനി സി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച പള്ളൂർ അഗ്രികൾച്ചർ ഓഫീസ് പുതുച്ചേരി കൃഷിമന്ത്രി തേനി സി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. துளசிங்க அவர்களை பார்க்க எனது பேரும் இந்த கல்வெட்டில் வரும். அவருக்கும் அவருக்கு உரிய இன்ஜினியர் ஆக்சிடென்ட் இன்ஜினியர்களுக்கும் அனைத்து அதிகாரிகளுக்கும் ஏழருக்கும் சகோதர சகோதரிகளுக்கும் முக்கிய பிரமுகருக்கும் எனது காலை வணக்கத்தை கொடுத்தாங்க கடமைப்பட்டுள்ளேன். நான் என்னென்ன பேசணும்னா அதெல்லாம் துளசி அவர்களே பேசிட்டார். நான் பேசினா உங்களாம் போர் அடிச்சிட்டோம். எனவே சரசங்க அப்படியே முடிஞ்சு போச்சு. அதனால் எங்களது ஆட்சி மக்களுக்கான ஆட்சி என்பதை நிரூபிக்கும் வகையில் போது நான் பொறுப்பேற்ற விவசாயத்துறையாகட்டும், கால்நடைத்துறையாகட்டும், மக்கள் மகளிர் துறையாகட்டும், சோசியல் வெல்ஃபேர் துறையாகட்டும், எல்லா துறையிலும் என்னை பொறுத்தவரை சிறப்பாக செயல்பாட்டுகின்ற நிலைமை நாங்கள் கையெழுத்திருக்கிறோம். இதில் ஒருக்கெல்லாம் மாற்று கருத்து இருக்க முடியாது. கூட கேட்டேன், எல்லாம் ஓடி பேசுகிறேன், எல்லாத்தையும் கொடுத்து முடிச்சேன். எனக்கு எப்படி பேசுகிறேன், எல்லாத்தையும் கொடுத்து முடிச்சேன். இப்போ விவசாய பொறுத்தவரை ஏதாவது பணம் கொடுக்க அதுக்கு யாருமே எடுக்கப்படலைன்னாங்க. அதனால் நாங்கள் அறிவிக்கின்ற திட்டம் மாயையிலிருந்து ஞானத்திலிருந்து காரைக்காலிருந்து நிச்சயமான அனைவருக்கும் சமமான ஒரு திட்டமாக தான் இருக்கும் என்று சொல்லி முக்கியமாக மாயையாக இருக்குது. அதுவும் ஒன்றும் சொல்ல போனாங்க, ஒன்றும் டீப்பாக போனாக்கா யார்கிட்ட வேலை செய்வேன் நான் ஒரு 10-15 நேரம் வச்சுக்கிறோம். கல்வி நிறுவனம் மாற்றம் எல்லாமே உங்களுடைய சேர்ந்ததும் நிறைய பேர் என்கிட்ட வேலை செய்கிறேன். அது அன்பு, அவருடைய பலருடைய திறமை, கல்வி திறமை எல்லாம் என்கிட்ட இருக்கிற ஸ்கூலில் ஒரு 30 ஸ்கூலில் 2 ஸ்கூலில் வந்து பிரின்சிபால் யாருக்கா இந்த பகுதி சேர்ந்தாங்க. இந்த பகுதியில் மலையாளி சொல்லுவாங்க. ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു അധ്യക്ഷനായി. രമേശ് പർമത്ത് MLA, അഡ്മിനിസ്ട്രേറ്റർ G മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുഷ്പരാജ പുഷ്പറാണി മത്സരവും സമ്മാനദാനവും നടന്നു. ചടങ്ങിൽ കർഷകർക്കുള്ള സ്മാർട്ട് കാർഡ് വിതരണവും ഫ്ലവർ ഷോയോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി.
ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ചരിത്രപ്രസിദ്ധമായ കടേപ്രം മഖാം ഉറൂസിനും മതവിജ്ഞാന സദസ്സിനും തുടക്കമായി. കടേപ്രം ജുമാ മസ്ജിദ് മൈതാനത്ത് നടക്കുന്ന പരിപാടി ഡിസംബർ 30-ന് സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ കടേപ്രം മഖാം ഉറൂസിനും മതവിജ്ഞാന സദസ്സിനും തുടക്കമായി. കടേപ്രം കേന്ദ്ര മഹല്ല് പ്രസിഡന്റ് മരവൻ അബൂബക്കർ ഹാജി പതാക ഉയർത്തി. സ്വീകരിക്കണേ മഗ്ഫിറത്ത് നൽകണേ ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനേ. ഈമാന്മാരെ അനുസ്മരിക്കുന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ കർമ്മങ്ങളൊക്കെ നാളെ ഞങ്ങൾ സ്വന്തമായി കിടക്കുന്ന ഖബറിൽ നന്നായി അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ സയ്യിദ് ശിഹാബുദ്ദീൻ ഐദ്രൂസി അൽ അഹ്സനി കല്ലറക്കൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാഴയിൽ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. MB ത്വാഹ, മുഹമ്മദ് ഹാജി നല്ലാക്ക, മുസ്തഫ മാസ്റ്റർ, മുനീർ അമാനി, റഹീം VP തുടങ്ങിയവർ സംസാരിച്ചു. ഉറൂസിൽ ശനിയാഴ്ച മുഹമ്മദ് അസ്ഹരി പേരോട്, ഞായറാഴ്ച ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, തിങ്കളാഴ്ച സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുവാടി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. തിങ്കളാഴ്ച ദിക്കർ ദുആ മജ്ലിസ് ഓം സൈനുൽ ആബിദ് ഐദ്രൂസി തങ്ങൾ മേലാറ്റൂർ നേതൃത്വം നൽകും. ചൊവ്വാഴ്ച മൗലിദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും തുടർന്ന് അന്നദാനവും നടക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ കടയപ്രം മഖാം ഉറൂസ് ഇന്ന് 26-ാം തീയതി വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം മഹല്ല് പ്രസിഡന്റ് മരവൻ അബൂബക്കർ ഹാജി പതാക ഉയർത്തുന്നതോടുകൂടി സമാരംഭം കുറിക്കുകയായി. തുടർന്ന് ഇന്ന് മഗ്‌രിബിന് ശേഷം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് ഹൈദ്രൂസി തങ്ങളവറുകൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ്. തുടർന്ന് 4 ദിവസങ്ങളിലായി മതപ്രഭാഷണ പരമ്പരയും
അവസാന ദിവസം ദിക്ർ ദുആ മജ്ലിസും ബഹുമാനപ്പെട്ട OM സാനുൽ ആബിദ് ഐദുസി തങ്ങൾ മേലാറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ദിക്ർ ദുആ മജ്ലിസും നടക്കുന്നതാണ്. പ്രസ്തുത പരിപാടിയിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടായിരിക്കണമെന്നും ഈ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിപ്പിച്ച് തരുവാൻ ആവശ്യമായ എല്ലാവിധ ഇടപെടലും നടത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർന്നു. PR കുറുപ്പ് 25ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് PR കുറുപ്പ് സ്മാരക സ്വർണ്ണ മെഡലിനായി അഖില കേരള ചിത്രരചനാ മത്സരം ചിത്രോത്സവം സംഘടിപ്പിച്ചു. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. PR കുറുപ്പ് 25ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് PR കുറുപ്പ് സ്മാരക സ്വർണ്ണ മെഡലിനായി അഖില കേരള ചിത്രരചനാ മത്സരം ചിത്രോത്സവം സംഘടിപ്പിച്ചു. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഹൻസ ഫാത്തിമ മികച്ച ചിത്രകാരിയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനവും നേടി. ഈ വിഭാഗത്തിൽ P വിശാൽ, ഹർഷ പ്രമോദ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഹൻസ ഫാത്തിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള കാർത്തികേയൻ പുരസ്കാരവും ലഭിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ PR ശ്രീഹരി, ഭാഗ്യശ്രീ, രാജേഷ്, MC ആശാലക്ഷ്മി, UP വിഭാഗത്തിൽ K ശിവദ, ആരാധ്യ പ്രദീപ്, അക്ഷിത് സിനോജ്, LP വിഭാഗത്തിൽ നവാൻ B അജയൻ, നൈതിക് സന്തോഷ്, നൈതിക സന്തോഷ്, നഴ്സറി വിഭാഗത്തിൽ PP ധ്യാൻ, മുഹമ്മദ് ഹനാൻ, ലക്ഷ്യ കൃഷ്ണ എന്നിവർക്കും സമ്മാനങ്ങൾ ലഭിച്ചു. നഴ്സറി, LP, UP, HS, HSS കോളേജ് തലത്തിലാണ് മത്സരം നടത്തിയത്. പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗവുമായ സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്തു. ഈ മത്സരത്തിലേക്ക് വന്ന് സമ്മാനാർഹമാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറയുന്നു. കേരളത്തിൽ ഇതിനു മുമ്പും ഈ 25 വർഷമായി ഇവിടെ നടക്കുന്ന ഈ അഖില കേരള ചിത്രരചനാ മത്സരം, ഇതിനു മുമ്പ് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൻ്റെ അഖില കേരള ചിത്രരചനാ മത്സരത്തിൻ്റെ ഒരു സംഘാടക സമിതിയിലൊക്കെ അംഗമായിട്ട് ഇരുന്ന ഒരാളാണ്. ഞാൻ ആദ്യകാലം പഠിച്ച ഒരു സ്ഥാപനം കൂടിയാണ് യൂണിവേഴ്സൽ ആർട്സ്. അതുപോലെ തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സ്. പിന്നെ ഇതിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള ഡൽഹിയിൽ ശങ്കേഴ്സ് വീക്കിലി നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രരചനാ മത്സരം നടന്നിരുന്നു. അതിൻ്റെ പുസ്തകങ്ങൾ എല്ലാ വർഷവും കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ വർഷവും അവരൊരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. KP മോഹനൻ MLA സമ്മാനദാനം നിർവഹിച്ചു. VK ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. രവീന്ദ്രൻ കുന്നോത്ത്, P ദിനേശൻ, കരുവാങ്ങണ്ടി ബാലൻ എന്നിവർ സംസാരിച്ചു. KP സായന്ത് സ്വാഗതം പറഞ്ഞു. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. പുല്യോട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ NSS യൂണിറ്റിന്റെ ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവഹാനിയായി സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീഷ് നെയ്യൻ നിർവഹിച്ചു. ഓക്സിജൻ കിട്ടുന്നില്ല അല്ലേ? അവിടെ ശുദ്ധമായ വായു ശ്വസിക്കാൻ കിട്ടാത്ത ഒരു വിഷയം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ. ഇത് ഡൽഹി മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇനി വരുന്ന തലമുറ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളോട് പരമാവധി പച്ചത്തുരുത്തുകൾ വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും വേണ്ടി ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇത് തന്നെയാണ്. നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചപ്പ് ചവറുകൾ ഇപ്പോൾ കത്തിച്ചാൽ അതൊക്കെ പഞ്ചായത്ത് ഫൈന് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പരമാവധി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വാർഡംഗം ഷാഹിന അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സംഗീത സ്നേഹാങ്കണം പ്രഖ്യാപനം നടത്തി. കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ മുഖ്യാതിഥിയായി. പ്രോഗ്രാം ഓഫീസർ PK ഫൈസൽ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം M പ്രസീല, PTA എക്സിക്യൂട്ടീവ് അംഗം അജിത് കാരായി,
പുല്ലൂർ ഗവൺമെന്റ് LP സ്കൂൾ PTA പ്രസിഡന്റ് അതുല്യ, കതിരൂർ ഗവൺമെന്റ് HSS മദർ PTA പ്രസിഡന്റ് റാഷിദ തുടങ്ങിയവർ സംസാരിച്ചു. മിനി നാരായണ സ്വാഗതം പറഞ്ഞു. പിണറായി വെസ്റ്റ് C. മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആനവണ്ടിയിൽ നിലമ്പൂരിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. 10 വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ 25 യാത്രകളാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. പിണറായി വെസ്റ്റ് C. മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആനവണ്ടിയിൽ നിലമ്പൂരിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 25ാമത്തെ യാത്രയായിരുന്നു. 10 വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ 25 യാത്രകളാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഏകദിന യാത്രകൾ മുതൽ 60 വയസ്സ് കഴിഞ്ഞവർക്കായി സംഘടിപ്പിച്ച മലേഷ്യൻ യാത്രയടക്കം ഇതിൽ ഉൾപ്പെടും. വയോജനങ്ങളും കുടുംബാംഗങ്ങളും വായനശാല കമ്മിറ്റി അംഗങ്ങളും അടക്കം 51 പേരാണ് യാത്രയിൽ ഉണ്ടായത്. നിലമ്പൂർ തേക്ക് മ്യൂസിയം, ബംഗ്ലാവ് കുന്ന്, കനോലി പ്ലോട്ട്, മിനി ഊട്ടി എന്നീ സ്ഥലങ്ങളാണ് സംഘം സന്ദർശിച്ചത്. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് തലശ്ശേരി ഡിപ്പോ യാത്ര പ്ലാൻ ചെയ്തത്. യാത്രയിൽ പങ്കാളിയായ PSCയുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ റോഷ്നിയെ അനുമോദിച്ചു. കുട്ടിമാക്കൂലിലെ സജിതകുമാരി യാത്രയിൽ വായനശാലയ്ക്ക് 10 പുതിയ പുസ്തകങ്ങൾ സംഭാവന നൽകി. ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം എന്ന വായനശാലയുടെ വയോജന സംഗമം പരിപാടിയിൽ എല്ലാ വ്യാഴാഴ്ചയും വയോജനങ്ങൾ ഒത്തുചേരുമ്പോൾ വയോജന നിധി എന്ന പേരിൽ യാത്രയ്ക്കായി ഒരു തുക ശേഖരിക്കാറുണ്ട്. ഈ തുക ഉപയോഗിച്ചാണ് വായനശാല യാത്രകൾ സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ യാത്രയ്ക്ക് വായനശാല ഭാരവാഹികളായ അഡ്വക്കേറ്റ് B. പ്രദീപൻ, KP രാമകൃഷ്ണൻ, E. രാജൻ, M. പ്രജീഷ്, K. വിമല, ദിലീപ് കുമാർ, MM. ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി നഗരസഭ ഹരിതകർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളോടൊപ്പം നടത്തിയ ക്രിസ്മസ് ആഘോഷം വേറിട്ട അനുഭവമായി. ക്ലീൻ സിറ്റി മാനേജർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഹരിത കർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി സുബിഷ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വിലങ്ങിൽ, ഹോപ്പ് ചെയർമാൻ മുനീർ അറയിലകത്ത്, ഹോപ്പ് EIC MP കരുണാകരൻ, അഡ്മിനിസ്ട്രേറ്റർ MP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി നഗരസഭ ഹരിതകർമ്മസേന ഹോപ്പിനോട് ചേർന്ന്, ഹോപ്പിനെ കുറിച്ചും ഹരിതകർമ്മസേനയെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഈ ഹോപ്പിലെ കുട്ടികളുടെ കൂടെ ഈ ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷം നമ്മുടെ ഹോപ്പിലെ കുട്ടികളുടെ കൂടെ ആയതിൽ വലിയ സന്തോഷമുണ്ട്. പരിപാടി ഹരിത കർമ്മസേനാംഗങ്ങൾ, ഹോപ്പിലെ ജീവനക്കാർ, കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പാലത്തായി പുനർജനി കൂട്ടായ്മ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലത്തായി പൊയ്യയിൽ മനോജിന്റെ വീട്ടുമുറ്റത്ത് നടന്ന സംഗമത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു.
3 പതിറ്റാണ്ട് മുൻപ് പാലത്തായിൽ കലാപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളാണ് ഒത്തുകൂടിയത്. കഴിഞ്ഞ 2 വർഷമായി ഇവർ പുനർജനി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. പുനർജനിയുടെ പ്രഥമ കുടുംബസംഗമമാണ് പാലത്തായിൽ നടന്നത്. പാലത്തായിലെ പൊയ്യയിൽ മനോജിന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രശസ്ത ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ മനസ്സുകളുടെ കൂടിച്ചേരലുകൾ അനിവാര്യമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ആധുനിക കാലത്ത് നാം കൈവരിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളൊക്കെ സാമ്പത്തികമായി മുൻപിലാണ്. വിദ്യാഭ്യാസം നേടിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ പുതിയ തലമുറയിൽ വിശ്വത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടെക്നോക്രാറ്റുകളും ബ്യൂറോക്രാറ്റുകളുമായി ജോലി ചെയ്യപ്പെടുകയും അവരുടെ വരുമാനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് ജനിതകമായി നമ്മെക്കാളും ഭൗതികമായി കഴിവുള്ളവരാണ്. കാരണം നമ്മുടെ വീടുകളിൽ തന്നെ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, ലോകം മുഴുവനും അവർക്ക് പരിചയമുണ്ട്. നമ്മൾ പഴയ മനസ്സ് വെച്ച് പഴയ ചിന്തകൾ വെച്ച് ഒക്കെ അവരെ ഉപദേശിക്കേണ്ടതായിട്ടില്ല, ലക്ഷ്മിയുടെ ആവശ്യമില്ല. അവർ ഇങ്ങോട്ട് അവരുടെ ആശയങ്ങളും ചിന്തകളും രൂപീകരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. പുനർജനി പ്രസിഡന്റ് കെ സൂരജ് അധ്യക്ഷനായി. സെക്രട്ടറി കെ ദിനേഷ് ബാബു സ്വാഗതം പറഞ്ഞു. വനിതാ വിംഗ് കൺവീനർ നിഷ കുനിയിൽ മാണിക്കോത്ത്, CP രജീഷ് മാസ്റ്റർ, സജീന്ദ്രൻ പാലത്തായി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. മൊകേരിയിലെ പ്രമുഖ കുടുംബമായ നാമത്ത് പൊന്നൻ തറവാട് കുടുംബസംഗമത്തിന്റെ ഭാഗമായി മൊകേരിയിലുള്ള നാമത്ത് തറവാട്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിന്റെയും PK ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൊകേരി ഗ്രാമപഞ്ചായത്ത് അംഗം NK വിജിന ഉദ്ഘാടനം ചെയ്തു. നാസർ കൂരാറ അധ്യക്ഷത വഹിച്ചു. മിഷൻ ആശുപത്രി PRO അഭി മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളെല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. മിഷൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന 60 ദിവസത്തേക്കുള്ള ഹോസ്പിറ്റൽ കൺസൾട്ടേഷനും ലാബ്, ഫാർമസി, റേഡിയോളജി തുടങ്ങിയ സർവീസുകൾക്കും നമ്മളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഫാമിലിക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മളിവിടെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കാർഡ് നമ്മുടെ ആശ്വാസ് കാർഡ് എന്ന പേരിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് നമ്മൾ ആദ്യം തന്നെ ഈ വേദിയിൽ പറയുന്നു. ഡോക്ടർമാരായ ഷംസീൻ മൂപ്പൻ, മിർന, ഹാസിമ, സനം എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ടീം പാത്ത് ഓഫ് സക്സസിന്റെ നേതൃത്വത്തിൽ നടന്ന കൗൺസിലിംഗിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. മഹ്റൂഫ് പോതിയാൽ സ്വാഗതവും ഷബ്ന അലി നന്ദിയും പറഞ്ഞു. MV യൂസഫ് ക്യാമ്പ് വിശദീകരിച്ചു. വടക്കുംപാട് സൂംബ ടീം വർണ്ണാഭമായ ചടങ്ങുകളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ വടക്കുംപാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സജീവ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിക്ക് കീഴിലെ സൂംബ ക്യാമ്പ് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ജിംഗിൾ ബെൽ എന്ന പേരിൽ ക്രിസ്മസ് നൈറ്റ് സംഘടിപ്പിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സജീവ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആർക്കും പേടിയുണ്ട്, പക്ഷേ ഈ ലൈറ്റുകളെല്ലാം അടച്ചു കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പേടി, ഇവിടേക്ക് ആരൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കും. സൂംബ കോർഡിനേറ്റർ PV ഷീലാബായ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ നാഷിഫ് അലിമിയ, ഓർമ്മച്ചപ്പ് ചെയർമാൻ A വിനയകുമാർ, PC ഗുരുവിലാസം സ്കൂൾ പ്രധാനാധ്യാപിക PK ജോഷിത, C രമ, രാജി അനിൽകുമാർ, ലീന രാജൻ, രമ്യ ബിജു, സതി കലാകൃഷ്ണൻ, സ്മൈലി പ്രശാന്ത്, കിൻഷ പ്രശാന്ത്, ഹസിത ബിജോയ്, ഷീന ജിതേഷ്, ആഷിത സലാഹുദ്ദീൻ, ഉമ, പ്രീത ബാബു, സ്മിത, N ബീഷ, ഹീര, അജിത എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾക്ക് രജിഷ രമിത്ത്, ബിജു നന്ദനം, PS സംഗീത, C രമിത്ത്, നിത്യ ജിഷിൻ, ശ്രുതി പ്രവീഷ്, സുജിഷ, സുധ അജേഷ്, ജിഷിൻ, റീത്ത എന്നിവർ നേതൃത്വം നൽകി. സൂംബ പ്രദർശനം, കരോൾ ഡാൻസ്, സാന്താക്ലോസിന് സ്വീകരണം, ഫ്യൂഷൻ ഡാൻസ്, ഫൺ ഗെയിംസ് എന്നിവയും നടന്നു. തുടർന്ന് പെരുന്താറ്റിൽ ഹംസധ്വനിയിലെ കലാസംഘം നേതൃത്വം നൽകിയ മ്യൂസിക്കൽ വൈബ് നൈറ്റും അരങ്ങേറി. തലശ്ശേരി സദസ് കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രതാരം ശ്രീനിവാസിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അനുസ്മരണ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മമ്പറം ദിവാകരൻ, TK രജീഷ്, KP മുരളീധരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് CN മുരളി, സെക്രട്ടറി സുധീഷ് എന്നിവർ സംബന്ധിച്ചു. ഒരു അഹംഭാവമോ ജാടയോ ഇല്ലാതെ തൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത്, ആരെയാണോ എതിർക്കേണ്ടത്, ആരെയാണോ വിമർശിക്കേണ്ടത്, അത് കമ്മ്യൂണിസ്റ്റുകാരനെ ആയാലും അത് കോൺഗ്രസ്സുകാരനെ ആയാലും ഏത് പാർട്ടിക്കാരനെ ആയാലും വിമർശിക്കുക, അത് കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവം. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരന് കൂടി എടുത്ത വാക്ക് അത് വിൽക്കേണ്ടി വന്നൊരു സാഹചര്യം, അത് വരവേൽപ്പ് എന്നുള്ള ഒരു സിനിമയാക്കി മാറ്റി. അങ്ങനെ തൻ്റെ ജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളി എഴുതിയ തിരക്കഥകൾ അതെല്ലാം വളരെ ഹിറ്റായി മാറുകയും അത് കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അതായത് നമ്മുടെ തലശ്ശേരിക്ക് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു വലിയ നേതാവായിരുന്നു, ഒരു വലിയ മഹാനടനായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തലശ്ശേരി ഹോളി റോസറി പള്ളിയിൽ ഒരുക്കിയ 20 അടി ഉയരമുള്ള കൂറ്റൻ ക്രിസ്മസ് പാപ്പ ശ്രദ്ധേയമായി. ഇടവകയിലെ യുവജന സംഘടനയായ KCYM പ്രവർത്തകരാണ് ഈ വമ്പൻ രൂപം നിർമ്മിച്ചത്.
ഒരാഴ്ചയോളം നീണ്ടുനിന്ന കഠിന പരിശ്രമത്തിനൊടുവിലാണ് പാപ്പയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ പാപ്പയുടെ രൂപം പള്ളിയങ്കണത്തിൽ ഒരുങ്ങുന്നത്. പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ കൗതുകമായി ഈ ക്രിസ്മസ് പാപ്പ മാറി. ക്രിസ്മസ് സന്ദേശം പകർന്നു നൽകുന്നതിനൊപ്പം യുവാക്കളുടെ സർഗാത്മകതയും ഒത്തൊരുമയും വിളിച്ചോതുന്നതാണ് ഈ നിർമ്മിതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേയറാകാൻ DCC പ്രസിഡന്റ് പണം ചോദിച്ചെന്നുള്ള ലാലി ജോസഫിന്റെ പ്രതികരണം തമാശയായി കാണുന്നെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പരസ്യ പ്രതികരണം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സണ്ണി ജോസഫ്. തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സണായി V സതി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 84ാമത് വാർഷിക സമ്മേളനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.